നമസ്കാരം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2025-26 അസസ്മെന്റ് ഇയർ അഥവാ 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ടാക്സ് കാൽക്കുലേഷനിൽ കുറച്ചധികം മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഈ വർഷം ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ട യൂണിയൻ ബജറ്റിലാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ടാക്സ് സ്ലാബുകൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ 2 തരത്തിലുള്ള ടാക്സ് കാൽക്കുലേഷനാണുള്ളത്. ആദ്യത്തേത് ഓൾഡ് ടാക്സ് റെജീം കാൽക്കുലേഷനും രണ്ടാമത്തേത് ന്യൂ ടാക്സ് റെജീം കാൽക്കുലേഷനും. 2022-23 ഫിനാൻഷ്യൽ ഇയർ വരെ ഓൾഡ് റെജീമായിരുന്നു ഡിഫോൾട്ടായി നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ന്യൂ ടാക്സ് റെജീമിനെയാണ് ഡിഫോൾട്ടായി ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് ന്യൂ ടാക്സ് റെജീമിനെയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ന്യൂ ടാക്സ് റെജീമിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഓൾഡ് ടാക്സ് റെജീമിൽ ധാരാളം ഡിഡക്ഷൻസ് ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയും. ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തി പലരും വ്യാജ ഡിഡക്ഷൻസ് നടത്തുന്നതായി സർക്കാരിന് ബോധ്യമായിട്ടുണ്ട്. വ്യാജ രസീതുകൾ സംഘടിപ്പിച്ചും വ്യാജ ചികിത്സാരേഖകൾ ഹാജരാക്കിയുമൊക്കെയാണ് അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ ഓൾഡ് ടാക്സ് റെജീമിനെ സർക്കാർ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്. ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഭാവിയിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. 2025 ബജറ്റിൽ തന്നെ DTC അഥവാ ഡയറക്ട് ടാക്സ് കോഡ് പ്രഖ്യാപിക്കാൻ സാധ്യതയേറെയാണ്. അതായത് ഡിഡക്ഷൻ സൗകര്യമെല്ലാം തന്നെ ഒഴിവാക്കപ്പെടാൻ ഈ DTC വഴി കഴിയും. ന്യൂ ടാക്സ് റെജീമിൽ വളരെ കുറച്ച് ഡിഡക്ഷൻസ് മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്. അത് ഏതൊക്കെയൊന്നും ന്യൂ ടാക്സ് റെജീമിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നും ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കണ്ട ശേഷം നമുക്ക് തീരുമാനിക്കാം ഏത് റെജീം ഓപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലതെന്ന്. അപ്പോൾ ഒരു സംശയം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെജീം ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ കഴിയുമോ? സാലറീഡ് പേഴ്സൺസിന് ITR ഫയൽ ചെയ്യുന്നതുവരെ ഏത് റെജീം വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ബിസിനസ്മെൻ പ്രൊഫഷണൽസിനൊക്കെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ റെജീം സ്വിച്ച് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അവർ ഓപ്ഷൻ മാറണമെങ്കിൽ ഫോം 10IEA കൂടി ഫർണിഷ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ആദ്യം നമുക്ക് ന്യൂ ടാക്സ് റെജീമിൽ ലഭിക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ആ ബെനിഫിറ്റ്സും ഡിഡക്ഷൻസും ഒക്കെ എന്താണെന്നൊന്ന് പരിശോധിക്കാം. അതിനായി ന്യൂ ടാക്സ് റെജീമിന്റെ സ്ലാബ് റേറ്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം 0 to 3 lakhs, അതായത് 3 ലക്ഷം രൂപയാണ് ആ വ്യത്യാസം. 0 മുതൽ 3 ലക്ഷം വരെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. ആദ്യത്തെ 3 ലക്ഷം രൂപയ്ക്ക് റേറ്റ് ഓഫ് ടാക്സ് നില്ലാണ്, അതായത് ടാക്സ് എമൗണ്ട് ഇല്ല, 0ആണ്. ഇനി രണ്ടാമത്തെ സ്ലാബ് നോക്കുക. 3,01,000 മുതൽ 7 ലക്ഷം വരെ 4 ലക്ഷം രൂപയാണ് ഡിഫറൻസ്. 3, 4, 5, 6, 7. ആ 4 ലക്ഷം രൂപയ്ക്ക് 5% റേറ്റ് ഓഫ് ടാക്സ്, അതായത് 20,000 രൂപയാണ് ടാക്സ്. ഇനി 7,01,000 മുതൽ 10 ലക്ഷം വരെ ഉള്ള 3 ലക്ഷം രൂപയ്ക്ക് 7 to 10 എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. ആ 3 ലക്ഷം രൂപയ്ക്ക് 10%, അതായത് 30,000 രൂപ. പിന്നെ ഈ 10,01,000 മുതൽ 12 ലക്ഷം വരെയുള്ള 2 ലക്ഷത്തിന് 15%, അതായത് 30,000 രൂപയാണ് ടാക്സ്. 12,01,000 മുതൽ 15 ലക്ഷം വരെ ഉള്ള 3 ലക്ഷത്തിന് 20%, അതായത് 60,000 രൂപ. 15 ലക്ഷത്തിന് മുകളിൽ എത്ര വന്നാലും അതിന് 30% ടാക്സ് റേറ്റ്. അപ്പോൾ ഇതാണ് ന്യൂ റെജീമിന്റെ ടാക്സ് സ്ലാബ്. ഇവിടെ 3 ലക്ഷം വരുമാനമുള്ളയാൾ 1 പൈസ പോലും ടാക്സ് കൊടുക്കുന്നില്ല. 7 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 20,000 രൂപ ടാക്സ് കൊടുക്കുന്നു. 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 20 + 30 50,000 രൂപ ടാക്സ് കൊടുക്കുന്നു. ഇനി 12 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 20 + 30 + 30 80,000 രൂപ ടാക്സ് കൊടുക്കുന്നു. 15 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 60,000 + 30 + 30 + 20 1,40,000 രൂപ ടാക്സ് കൊടുക്കുന്നു. ഇനി ഇതിൽ എന്തൊക്കെ നമുക്ക് കുറയ്ക്കാമെന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. മനസ്സിലാക്കുക, ഇത് ന്യൂ ടാക്സ് റെജീമാണ്. ഇതിൽ വലിയ കുറവുകളൊന്നും വരുത്താൻ നമുക്ക് കഴിയില്ല. എന്നാൽ പിന്നെ നമ്മൾ ഈ ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുമോ? ഇല്ല, അത് സർക്കാരിനറിയാം. അതുകൊണ്ടാണ് ഇതിനെ എൻകറേജ് ചെയ്യാനായി വളരെ ആകർഷകമായ ചില സൗജന്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ബജറ്റിലാണ് കൂടുതൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തെ ആകർഷണം 7 ലക്ഷം വരെയുള്ള നെറ്റ് ഇൻകത്തിന് ടാക്സ് ഇല്ല എന്നത് തന്നെ. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അവിടെയാണ് സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റിന്റെ പ്രസക്തി. ഈ റിബേറ്റ് പ്രകാരം 7 ലക്ഷമോ അതിന് താഴെയോ ആണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകമെങ്കിൽ 20,000 രൂപ ന്യൂ ടാക്സ് റെജീമിൽ ടാക്സ് ഇളവ് ലഭിക്കും. അതായത് 3-നും 7-നും ഇടയിലുള്ള 5% ടാക്സായ 20,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ട. അത് സർക്കാർ നിങ്ങൾക്ക് നൽകുന്ന സൗജന്യമാണ്. കഴിഞ്ഞ വർഷം ഈ ലിമിറ്റ്
6 ലക്ഷം വരെയായിരുന്നു. ഈ വർഷം 1 ലക്ഷം രൂപയുടെ ലാഭമാണ് നിങ്ങൾക്ക് അധികമായി ലഭിക്കുന്നത്. ഫലത്തിൽ 7 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നിങ്ങൾ 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതില്ല. 87A പ്രകാരമുള്ള റിബേറ്റ് ഓൾഡ് റെജീമിലുമുണ്ട്. പക്ഷെ അവിടെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. മാക്സിമം റിബേറ്റ് 12,500 രൂപയുമാണ്. അടുത്ത ആകർഷണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലുണ്ടായ വർധനവാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? നിങ്ങളുടെ മൊത്ത വരുമാനം എത്ര തന്നെ ആയിക്കോട്ടെ, അതിൽ നിന്ന് 75,000 രൂപ നേരിട്ട് കുറച്ച ശേഷമുള്ള തുകയ്ക്ക് മാത്രം നിങ്ങൾ ടാക്സ് കണക്ക് കൂട്ടിയാൽ മതിയാകും. കഴിഞ്ഞ വർഷം വരെ ഇത് 50,000 രൂപ മാത്രമായിരുന്നു. എന്നാൽ ന്യൂ റെജീമിൽ അതിപ്പോൾ 75,000 വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫലത്തിൽ 7 ലക്ഷം നേരത്തെ നമ്മൾ പറഞ്ഞതും ഈ 75,000വും ചേർത്ത് 7,75,000 രൂപ വരെ നോ ടാക്സ് ആണ് ന്യൂ റെജീമിൽ. ന്യൂ റെജീമിൽ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിച്ചുവെങ്കിലും ഓൾഡ് റെജീമിൽ ഇപ്പോഴും 50,000 രൂപ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി തുടരുന്നത്. ഇനിയുള്ളത് മാർജിനൽ റിലീഫിലൂടെ ഉണ്ടാകുന്ന ലാഭമാണ്. മാർജിനൽ റിലീഫ് എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഈ കാണുന്ന എക്സൽ ഷീറ്റിൽ ശ്രദ്ധിക്കുക. ഇതിൽ ഓൾഡ് റെജീം, ന്യൂ റെജീം എന്നിങ്ങനെ 2 രീതിയിലുള്ള കാൽക്കുലേഷൻ്റെ ഫോർമുലകൾ അപ്ലൈ ചെയ്തിട്ടുള്ള സെല്ലുകളാണുള്ളത്. ഈ സെല്ലുകളൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇവിടെ ഓരോ സെല്ലിലും വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വരുമാനം 5 ലക്ഷം രൂപയാണെന്ന് കരുതുക. ഞാനിവിടെ ഇൻകത്തിൽ 5 ലക്ഷം രൂപ കൊടുക്കുകയാണ്. 5 ലക്ഷം രൂപ കൊടുത്തപ്പോൾ എൻ്റെ ടാക്സ് എത്രയാണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ നോക്കുക, 5 ലക്ഷം രൂപ ഇൻകം വന്നപ്പോൾ ഓൾഡ് ടാക്സ് റെജീമിൽ 5 ലക്ഷം രൂപ. നമുക്കിവിടെ ഓൾഡിൽ 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഇവിടെ 75,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ടാക്സബിൾ ഇൻകം 4.5 ലക്ഷമേ ഉള്ളൂ ഇവിടെ. കാരണം 5 ലക്ഷത്തിൽ നിന്ന് 50,000 കുറച്ചു 4.5 ലക്ഷം. ഇവിടെ 4.25 ലക്ഷം. തൽക്കാലം നമ്മൾ ഈ ന്യൂ റെജീം ശ്രദ്ധിക്കുന്നില്ല, അതിലേക്ക് പിന്നെ നമുക്ക് വരാം. ഈ ഓൾഡ് റെജീമിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓൾഡ് റെജീമിൽ 5 ലക്ഷം രൂപ ഇൻകം ഉണ്ടായിരുന്നയാൾക്ക് 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞ് ടാക്സബിൾ ഇൻകം 4,50,000. നമുക്കറിയാം ഇതാണ് അതിൻ്റെ റേറ്റ്. ഇവിടെ റേറ്റ് കാണിച്ചിട്ടുണ്ട്. ഓൾഡ് ടാക്സ് റെജീമിൽ എങ്ങനെയാണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ 0% ആണ്. 0 to 2.5 ലക്ഷം വരെ 0 ആണ്. 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 5%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിൽ 30%. ഇവിടെ നമുക്കുള്ളത് 4.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ളതിനകത്തുള്ള ആ സ്ലാബാണ് വരുന്നത്. അപ്പോൾ 5%, 10,000 രൂപയാണ്. ഈ 10,000 രൂപയാണ് നമ്മൾ ആക്ച്വലി അടയ്ക്കേണ്ട ടാക്സ്. എന്നാൽ നമുക്ക് റിബേറ്റ് ഉണ്ട്. നമുക്കറിയാമല്ലോ, 5 ലക്ഷത്തിൽ താഴെയാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ ഈ ഇൻകം, ഈ ടാക്സബിൾ ഇൻകമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ടാക്സബിൾ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് ഓൾഡ് ടാക്സ് റെജീമിൽ 12,500 രൂപ വരെ നമുക്ക് റിബേറ്റ് ലഭിക്കും. ഈ റിബേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് എന്ന് പറയുന്നത് നില്ലാണ്. ഇവിടെ നമ്മൾ 5 ലക്ഷം എന്നുള്ളത് മാറ്റുന്നു. ഒരു 5,50,000 ആക്കുകയാണേ. 5,50,000 ആക്കിയിരിക്കുകയാണ്. ഈ 5,50,000 ആയപ്പോൾ ഓൾഡ് റെജീമിൽ നമ്മുടെ ഇൻകം മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം നമ്മുടെ പരിധിക്കകത്ത് നിൽക്കുകയാണ്. 5 ലക്ഷം. ഈ 5 ലക്ഷം രൂപ വരെ നമുക്ക് എന്തുള്ളൂ? റിബേറ്റ് ഉള്ളൂ. ഇവിടെ ഈ 5% എന്ന് പറയുന്നത് 12,500 ആണ്. അത് നമുക്ക് എന്തായിട്ട് കിട്ടും? റിബേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 5,50,000 രൂപ വരെയാണെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ല. ഇനി ഇവിടെ നോക്കുക, ഞാൻ ഒരു 100 രൂപ കൂട്ടുകയാണ്. ഇവിടെ 5,50,000 എന്നുള്ളത് മാറ്റി 5,50,100 രൂപ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 5,50,100 രൂപ. നമുക്ക് എത്രയേ കൂടിയിട്ടുള്ളൂ? 100 രൂപയാണ് കൂടിയിരിക്കുന്നത്. നമ്മുടെ ടാക്സിൽ വരുന്ന വ്യത്യാസം നോക്കൂ. നമ്മൾ 13,021 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇവിടെ 100 രൂപ, 5,50,000 എന്നുള്ളതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞാൽ വരുന്ന 5 ലക്ഷം എന്നുള്ളത് 5,100,000 രൂപയായപ്പോൾ നമുക്ക് നേരത്തെ അനുവദിച്ചിരുന്ന റിബേറ്റും പോയി, ആ രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമായി. ഇപ്പോൾ 5,100,000 രൂപയിൽ ആദ്യത്തെ 5 ലക്ഷത്തിന്, അതായത് 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള 5% 12,500, ഒപ്പം ബാക്കി വരുന്ന 100 രൂപയ്ക്ക് 20%, അതായത് 20 രൂപ, മൊത്തത്തിൽ 12,520 പ്ലസ് ഇതിൻ്റെ 4% സെസ് 501, അങ്ങനെ 13,021 രൂപ നമ്മളിവിടെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വന്നു. നോക്കുക, നമുക്ക് എത്രയേ വർദ്ധിച്ചുള്ളൂ? 100 രൂപയാണ് ആകെ വർദ്ധിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ന്യൂ റെജീമിലേക്ക് പോകാം. ന്യൂ റെജീമിൽ എത്ര ലക്ഷം വരെയാണ്? 7 ലക്ഷം വരെയാണ് നമുക്ക് ടാക്സ് ഇല്ലാത്തത്. 7 ലക്ഷം നെറ്റ് ടാക്സബിൾ ഇൻകമാണ്. 7 ലക്ഷം. നമ്മളിവിടെ 7 ലക്ഷം നമ്മുടെ ടോട്ടൽ ഇൻകം നോക്കുന്നു. 7 ലക്ഷം, 7 ലക്ഷം. അപ്പോൾ 7 ലക്ഷമാണെങ്കിൽ ഇൻകം 7 ലക്ഷം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് എത്ര ഉണ്ട്?
75,000. ന്യൂ റെജിമിൽ എത്ര? 75,000. ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 6,25,000. നമുക്കിവിടെ ഈ 6,25,000 ആദ്യത്തെ സ്ലാബ് എത്രയാണ്? 5%. കണ്ടില്ലേ? ഈ 3 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിലുള്ള 4 ലക്ഷം രൂപയ്ക്ക് 5% ടാക്സ്. ആ 5% ഇവിടെ 6,25,000-ൽ നമ്മൾ ഈ 5% എടുക്കുമ്പോൾ 16,250 നമ്മുടെ ടാക്സ് വരുന്നത്. 6,25,000. 7 ലക്ഷം വരെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ 6,25,000 എന്ന് പറയുന്നതിനകത്ത് ആദ്യത്തെ 3 ലക്ഷം കഴിഞ്ഞാൽ കിട്ടുന്ന 3,25,000 രൂപ ടാക്സ് ആണ് ഈ കാണുന്നത് 16,250 രൂപ. നമുക്ക് റിബേറ്റ് ഉണ്ട്. 25,000 രൂപ വരെ റിബേറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഇൻ എഫക്റ്റ് അത് 20,000 രൂപയേ ഉള്ളൂ എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ 20,000 രൂപ വരെ നമുക്കിവിടെ കുറയ്ക്കാം. നമുക്കിവിടെ എത്ര ഉണ്ട്? 16,250 ഉള്ളൂ. ആ 16,250 രൂപ 20,000-ൽ താഴെ ആയതുകൊണ്ട് അതങ്ങ് കുറയുകയാണ്. നമുക്ക് ടാക്സ് ഇല്ല, ഇൻകം ടാക്സ് നില്ലാണ്. എന്നാൽ ഇവിടെ 7,75,000 ആക്കിയാലോ? അപ്പോഴും 75,000 കുറഞ്ഞാൽ മാക്സിമം ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 7 ലക്ഷമാണ്. അതിൻ്റെ 5%-മായി 20,000 രൂപ ടാക്സ്, അതായത് 4 ലക്ഷത്തിൻ്റെ 5%-മായി 20,000 രൂപ കുറഞ്ഞു. അങ്ങനെ നിൽ ടാക്സ് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു 100 രൂപ വർദ്ധിപ്പിക്കുകയാണ്. 7,75,100 രൂപ. നമ്മൾ ഓട്ട് ടാക്സിൽ 5,50,000 ആയിരുന്നു, 5,50,100 ആക്കിയതുപോലെ ഇവിടെ 7,75,000 വരെ ടാക്സ് ഇല്ല, 7,75,100 ആക്കുന്നു. എത്ര ടാക്സ് വരും നോക്കാം. 7,75,100, 100 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ 100 രൂപ വർദ്ധിച്ചപ്പോഴും ഇവിടെ ടാക്സ് 104 ഉള്ളൂ. അതെന്തുകൊണ്ട് വന്നു? നേരത്തെ ഓൾഡ് ടാക്സ് റെജീമിലാണെങ്കിൽ 100 രൂപ വർദ്ധിച്ചപ്പോൾ 13,000 രൂപയുടെ വ്യത്യാസം വന്നു. ഇവിടെ എന്തുകൊണ്ട് ഈ കുറവ് വന്നു? അപ്പോൾ നമ്മൾ നോക്കണം, നോർമൽ സ്ലാബിൽ ഇതിൻ്റെ ഇൻകം ടാക്സ് എത്രയാകുമായിരുന്നു? നോർമൽ സ്ലാബാണ് ഈ കാണുന്നത്. 3 ലക്ഷം വരെ 0, 3,01,000 മുതൽ 7 ലക്ഷം വരെ 4 ലക്ഷത്തിന് 5% വെച്ച് 20,000. ബാലൻസ് വരുന്ന 100 രൂപയ്ക്ക് 10%, അതായത് 10 രൂപ. അങ്ങനെ 20,010 പ്ലസ് അതിൻ്റെ 4% സെസ് 800 രൂപ, 20,810 രൂപ വരണമായിരുന്നു. ഓൾ ടാക്സ് റെവന്യൂ നമ്മൾ കണ്ട പോലെ കറക്റ്റ് നോർമൽ സ്ലാബിലാണ് ഇതിൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ 20,810 രൂപ വരണമായിരുന്നു. എന്നാൽ ഇവിടെ 104 രൂപയെ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതാണ് മാർജിനൽ റിലീഫ് നമുക്ക് നൽകുന്ന ലാഭം. മാർജിനൽ റിലീഫ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ 7 ലക്ഷത്തിനു മേൽ എത്ര രൂപയാണോ വർദ്ധിച്ചത്, ഇവിടെ 7 ലക്ഷത്തിന് മേൽ എത്ര രൂപയാണ് വർദ്ധിച്ചത്? 100 രൂപയെ വർദ്ധിച്ചിട്ടുള്ളൂ. ആ 100 രൂപ നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതി. അല്ലാതെ നോർമലായിട്ടുള്ള ഈ 5%, 10%, അതിൻ്റെ സെസ്സും കൂടെ കൂട്ടണ്ട. ഈ 100 രൂപയും അതിൻ്റെ 4%-മായ 4 രൂപ സെസ്സും ചേർത്ത് 104 രൂപ നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി വേറൊരു ഉദാഹരണം ഇടാം. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കൂട്ടാം. 7,80,000 രൂപ. 80,000. 7,80,000-ന് നോർമൽ ടാക്സ് എത്രയായിരുന്നു വരേണ്ടിയിരുന്നത്? 21,320. എന്നാൽ നമുക്കിവിടെ എത്രയേ ഉള്ളൂ? 5,200 രൂപയെ ടാക്സ് ഉള്ളൂ മാർജിനൽ റിലീഫ് കൊണ്ട്. അതായത് ഈ 7,50,000 ആണ്. 7,80,000-ൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞാൽ 7,05,000 രൂപയാണ് വരുന്നത്. ഈ 7,05,000-ൽ ഈ 5,000 രൂപ മാത്രം ടാക്സ് കൊടുത്താൽ മതി. അതിൻ്റെ സെസ്സായ 4% 200 രൂപ ചേർത്ത് 5,200 രൂപ. നോർമൽ സ്ലാബ് റേറ്റിലായിരുന്നെങ്കിൽ എത്ര വന്നേനെ? 21,320 രൂപ. ഇനി ഇതിനെ 7,90 ആക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോഴോ 7,90 ആക്കിയപ്പോൾ ഇവിടെ 15,600 രൂപ ടാക്സ് കൊടുത്താൽ മതി. ആക്ച്വലി എത്ര വരണമായിരുന്നു? 22,360. ഇനിയാണൊരു സംശയം. ഈ 7,90,000 രൂപ അടുത്ത 8 ലക്ഷം, 8,50,000 അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇതിനൊരു ലിമിറ്റുണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് വരെ മാത്രമേ ഇവിടെ അധികമാകാൻ പാടുള്ളൂ. ആ എമൗണ്ടിനെയാണ് മാർജിനൽ റിലീഫിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. 22,222 രൂപ വരെ നമുക്കിവിടെ വർദ്ധിക്കാം. അതായത് 7,70,75,000 വരെ നോ ടാക്സ് ആണ്. അതിൻ്റെ മുകളിൽ 22,222 രൂപ കൂടി വർദ്ധിപ്പിക്കാം. ഇവിടെ 7,70,75,000-ൻ്റെ കൂടെ 22,222 കൂടി കൂട്ടിയാൽ എത്ര വരും? നമുക്ക് നോക്കാം. 7,70,75,000 പ്ലസ് 22,222. അപ്പോൾ എത്ര വന്നു? 7,97,222. ഈ എമൗണ്ട് നമുക്കിവിടെ നിന്ന് എൻ്റർ ചെയ്ത് നോക്കിയാലോ? ആ എമൗണ്ട് ഇട്ട് നോക്കുകയാണേ. അപ്പോൾ എത്രയാണ് വന്നത്?
ആക്ച്വൽ ടാക്സും 23,111 വന്നു. ഇവിടെ നമ്മൾ മാർജിനൽ റിലീഫ് പ്രകാരമുള്ളതും 23,111 വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ലിമിറ്റ്. ഇനി 1 രൂപ കൂടി കൂടിയാലും ഈ മാർജിനൽ റിലീഫ് നമുക്ക് കിട്ടില്ല. എന്നാൽ 1 രൂപ കുറച്ച് നോക്കിയേ, അപ്പോൾ ഇവിടെ 23,111 ആക്ച്വൽ ടാക്സ്, മാർജിനൽ റിലീഫ് പ്രകാരം നമുക്ക് അവിടെയും 1 രൂപ ലാഭമുണ്ട് അല്ലേ? അപ്പോൾ ഈ ഫിഗറിലേക്ക് എത്തരുത്. ഈ ഫിഗറിന് താഴെ നിർത്തിയാൽ നമുക്ക് മാർജിനൽ റിലീഫിലൂടെയും ലാഭം ഉണ്ടാകും. അപ്പോൾ എന്താണ് മാർജിനൽ റിലീഫ് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അടുത്തൊരു ഡിഡക്ഷൻ ഫാമിലി പെൻഷനെ സംബന്ധിച്ചുള്ളതാണ്. സെക്ഷൻ 57 പ്രകാരം നിങ്ങളുടെ വരുമാനത്തിൽ ഒരു കുടുംബാംഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി പെൻഷൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി പെൻഷനിൽ നിന്നും 25,000 രൂപയോ അല്ലെങ്കിൽ ആകെ ഫാമിലി പെൻഷൻ്റെ 1/3 ഇതിലേതാണോ കുറവ് അതൊരു അഡീഷണൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി ഉൾപ്പെടുത്താം. കഴിഞ്ഞ വർഷം വരെ ഇത് 15,000 രൂപയായിരുന്നു. അപ്പോൾ ഇവിടെയും ഒരു 10,000 രൂപയുടെ ലാഭം കിട്ടും. ഇനിയുള്ളത് സെക്ഷൻ 80 CCD 2 പ്രകാരമുള്ള എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPSൻ്റേതാണ്. നേരത്തെ ഇത് സർക്കാർ ജീവനക്കാർക്ക് 14%, സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 10% ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇത് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെ കൂടി ഈ 14% പരിധിയിലേക്ക് കൊണ്ടുവന്നു. അതായത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPSൻ്റെ 14% സ്വകാര്യ മേഖലയിലെയും ഗവൺമെൻറ് സെക്ടറിലെയും ജീവനക്കാർക്ക് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് കഴിഞ്ഞ ബജറ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇൻകം ടാക്സ് സൗജന്യങ്ങളാണ്. ഇനി അഗ്നിമിർ കോർപ്പസ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ തുടങ്ങിയുള്ള മറ്റു ചില ഡിഡക്ഷൻസും ന്യൂ റെജീമിൽ ലഭിക്കുന്നുണ്ട്. അത്തരം ഡിഡക്ഷൻസ് എല്ലാം ചേർത്തുകൊണ്ടൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ തയ്യാറായി വരികയാണ്. ഉടൻ തന്നെ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. മിക്ക ആൾക്കാർക്കും അറിയാവുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ഇതറിഞ്ഞുകൂടാത്ത ചിലർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്